The last part of the chapter is potentiometer. Potentiometer പേര് സൂചിപ്പിക്കുന്ന പോലെ a device used to calculate potential difference. Potential difference കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പൊട്ടൻഷ്യോമീറ്റർ. Now it is not a direct measuring instrument. ഒരു അമ്മീറ്ററിനെ പോലെയോ വോൾട്ട്മീറ്ററിനെ പോലെയോ ഉപകരണത്തിലേക്ക് നോക്കിയാൽ റീഡിങ് കിട്ടുന്ന തരം ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ലത്. ഇത് ഉപയോഗിച്ച് ഒരു മെഷർമെൻ്റ് എടുത്ത് ആ മെഷർമെൻ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം സഹായിക്കുന്ന, പക്ഷേ വളരെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് പൊട്ടൻഷ്യോമീറ്റർ. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മീറ്റർ ബ്രിഡ്ജിനെ പോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് വയറാണ്. ഈ ഡയഗ്രത്തിൽ ആ റെസിസ്റ്റൻസ് വയർ AB എന്ന് പറയുന്ന ലെങ്ത്തുള്ള വയറാണ്. Now suppose that the length of AB is equal to capital L centimeter. Capital L centimeter ആണ് ABയുടെ ലെങ്ത് എന്ന് വിചാരിക്കുക. അതേപോലെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സിഗ്മ ഓം ആണെന്ന് വിചാരിക്കും. സിഗ്മ ഓം പെർ സെന്റിമീറ്റർ ഇസ് ദ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ 1 സെന്റിമീറ്റർ റെസിസ്റ്റൻസ് സിഗ്മ ഓം ആണെങ്കിൽ L സെന്റിമീറ്ററിന് എത്ര റെസിസ്റ്റൻസ് ഉണ്ടാവും? റെസിസ്റ്റൻസ് ഓഫ് AB ഇസ് ഈക്വൽ ടു L ഇൻറ്റു സിഗ്മ. ഇതാണ് ABയുടെ മൊത്തം റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിനകത്തൊരു E എന്ന EMF ഉള്ള ഒരു സെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ വി നെഗ്ലക്ട് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. അപ്പോൾ E ആണ് EMF ഓഫ് ദ സെല്ലെങ്കിൽ ആ സെല്ല് AB-യിലൂടെ പറഞ്ഞേക്കുന്ന കറണ്ട്, AB-യിലൂടെ സെല്ല് പറഞ്ഞേക്കുന്ന കറണ്ട് ക്യാപിറ്റൽ I ആണ് വിചാരിക്കുക. അപ്പം ക്യാപിറ്റൽ I കറണ്ട് ഈ AB-യിലൂടെ ഒഴുകുന്ന സമയത്ത് അതൊരു റെസിസ്റ്റൻസ് വയറാണ്. A മുതൽ B വരെ ഒരു റെസിസ്റ്റൻസ് വയറാണ്. വെച്ചാൽ നമുക്ക് അതിനെ സിംബോളിക്കലി ഇങ്ങനെ റെസിസ്റ്റൻസ് ഉപയോഗിച്ച് റിപ്രസെന്റ് ചെയ്യാം. തൽക്കാലം നമ്മൾ അതിനെ നേരെ അതിന്റെ യഥാർത്ഥ ഷേപ്പ് തന്നെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ റെസിസ്റ്റൻസ് വയറിലൂടെ I കറണ്ട് ഒഴുകുന്ന അതിന്റെ റെസിസ്റ്റൻസ് L സിഗ്മ ആണെങ്കിൽ വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B? എക്കും ബിക്ക് ഇടയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു കറണ്ട് I ഇൻറ്റു റെസിസ്റ്റൻസ് ഈസ് L സിഗ്മ. സോ I ഇൻറ്റു L ഇൻറ്റു സിഗ്മ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് AB. A മുതൽ B വരെയുള്ള മൊത്തം ലെങ്ത് ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ വയറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് I ഇൻറ്റു L ഇൻറ്റു സിഗ്മയാണ്. ഇനി രണ്ടാമത്തെ സെല്ലിലേക്ക് വരും. ഈ ഭാഗത്തിന് ഈ മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കാരണക്കാരനായ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെ ഈ കറണ്ട് I ഒഴുകാൻ കാരണക്കാരനായ ഈ സർക്യൂട്ടിനെയാണ്, ക്യാപിറ്റൽ EMF ഉള്ള സെല്ല് ഉൾപ്പെടുന്ന സർക്യൂട്ടിനെയാണ് പ്രൈമറി സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. മുകളിലേക്കുള്ള ഈ സർക്യൂട്ട് സെക്കൻഡറി സർക്യൂട്ടാണ്. അപ്പോൾ ഇത് ACD, ഈ പോയിന്റ് D ആണെന്ന് വിചാരിക്കുക, ഈ പോയിന്റ് C ആണെന്ന് വിചാരിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലിന്റെ EMF ക്യാപിറ്റൽ E1 ആണ്. E1 EMF ഉള്ള സെല്ലാണ് സെക്കൻഡറി സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ സെക്കൻഡറി സർക്യൂട്ട് ACD ഭാഗമാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് വിളിക്കുക. ഗാൽവനോമീറ്റർ ഉൾപ്പെടുന്ന ഭാഗമാണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. മീറ്റർ ബ്രിഡ്ജ് പഠിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച ജോക്കി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഇവിടെയുണ്ട്. ആ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ട് വി ക്യാൻ മേക്ക് ഇലക്ട്രിക്കൽ കോൺടാക്ട് അറ്റ് എനി പോയിന്റ് ഓൺ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ AB എന്ന് പറഞ്ഞ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ ഏത് പോയിന്റിലും ഇലക്ട്രിക്കൽ കോൺടാക്ട് കൊടുക്കാൻ ആണ് ഈ ജോക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ ജോക്കി നമ്മൾ തുടക്കത്തിൽ എവിടെയെങ്കിലും കൊണ്ട് പ്രസ് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കും. എന്തുകൊണ്ടായിരിക്കും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഇപ്പോൾ ഗാൽവനോമീറ്റർ ഒഴുകുന്നത് ഇപ്പോൾ ഡി മുതൽ ഈ സർക്യൂട്ടിൽ കൂടി ഇപ്പോൾ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ സെക്കൻഡറി സർക്യൂട്ടിൽ കൂടി ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. ആ കറണ്ട് ഒഴുകുന്നതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. നമ്മൾ ജോക്കി ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുക, അങ്ങനെ അങ്ങോട്ട് നീക്കിക്കൊണ്ടേയിരിക്കുക until the galvanometer shows zero deflection or null deflection. ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നവരെ ജോക്കി ഈ വയറിന്റെ മുകളിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കിക്കൊണ്ടേയിരിക്കുക. സപ്പോസ് that J is the point at which the galvanometer shows zero deflection. ജോക്കി ജയിൽ വെക്കുമ്പോഴാണ് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് എന്ന് വിചാരിക്കുക. which means that there is no current from A to J through the secondary circuit. എയിൽ നിന്ന് ജയിലേക്ക് കറണ്ട് ഒന്നുമില്ല സെക്കൻഡറി സർക്യൂട്ടിലൂടെ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അങ്ങനെ കറണ്ട് വരുന്നില്ലെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? അതിന് വേണ്ടിയിട്ട് ഒരു റെസിസ്റ്റൻസ് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെയ്യാം. E'EMF ഉള്ള ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ 6 ആണെന്ന് വിചാരിക്കുക. ഇത് കൂടുതൽ കറണ്ട് I ആണെങ്കിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള എയും ബിയും ആണ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്ന രണ്ട് പോയിന്റുകൾ വിചാരിക്കുക. എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് B VAB ഈക്വൽ ടു, ഇപ്പോൾ ഈ സെല്ലിന്റെ EMF 5 വോൾട്ടാന്ന് വിചാരിക്കുക. VAB ഈക്വൽ ടു 5 വോൾട്ട് വരും. ഓംസ് ലോ അനുസരിച്ച് അല്ലെങ്കിൽ കിർച്ചോഫ് സെക്കൻഡ് റൂൾ അനുസരിച്ച് ഈ രണ്ട് പോയിന്റുകൾക്ക് ഇന്റർണൽ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 5 വോൾട്ട് വരും.
Now suppose that we connect a bulb between A and B. എക്കും ബിക്ക് ഇടയിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ദ ബൾബ് വിൽ ഗ്ലോ. ഇതിങ്ങനെ പ്രകാശിക്കാൻ തുടങ്ങും. ബൾബ് പ്രകാശിക്കാൻ കാരണം ബൾബിലെ ഫിലമെന്റിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്തുകൊണ്ടാണ്. ഇലക്ട്രിക് കറണ്ട് പോകാൻ കാരണം ബൾബിലെ ഒരു ഫിലമെന്റിന്റെ ഒരു എൻഡ് പോസിറ്റീവ് പൊട്ടൻഷ്യലിലേക്കും മറ്റേ എൻഡ് നെഗറ്റീവ് പൊട്ടൻഷ്യലിലേക്കും കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ബൾബ് താഴേക്ക് നോക്കുകയാണെങ്കിൽ അയാളുടെ രണ്ട് എൻഡുകൾക്കിടയിൽ, അയാളുടെ ഫിലമെന്റുകൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് അയാൾക്ക് പ്രകാശിക്കാൻ പറ്റും. ഏതാണ് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ബൾബിന് ജീവൻ ഉണ്ടെങ്കിൽ ബൾബ് പറയും VAB ആണ് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അയാൾ സെല്ലിനെ ഒന്നും കാണുന്നില്ല. അയാൾ കാണുന്നത് എന്നെ പ്രകാശിപ്പിക്കാൻ കാരണം ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ കറണ്ട് ഒരു റെസിസ്റ്ററിലൂടെ പോവുകയാണെങ്കിൽ ആ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ആ റെസിസ്റ്റർ മറ്റൊരു മറ്റൊരു ഉപകരണം പ്രവർത്തിക്കാൻ കാരണക്കാരനാവുന്ന പോലെ പെരുമാറുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ വി ക്യാൻ വിഷ്വലൈസ് എ സെൽ ഇൻ ദ പ്ലേസ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് റെസിസ്റ്റർ. ഒരു കറണ്ട് ക്യാരിയിങ് റെസിസ്റ്ററിന്റെ സ്ഥാനത്ത് നമുക്കൊരു വെർച്വൽ സെല്ലിനെ ഇമാജിൻ ചെയ്യാം. ഈ വെർച്വൽ സെല്ലിന്റെ EMF 5 വോൾട്ട് ആണ്. ഇതിനെ കൂടെ നോക്കണ്ട, ഈ ഭാഗം യഥാർത്ഥത്തിൽ ഇയാളല്ല കത്തിക്കുന്നത്, താഴെ നമ്മൾ മാച്ച് കളഞ്ഞ സെല്ലാണ് കത്തിക്കുന്നത്. പക്ഷെ ബൾബിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രണ്ട് ടെർമിനൽസിനിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുന്നത് റെസിസ്റ്റർ ആണ്. അതുകൊണ്ട് സെല്ല് പോലെ റെസിസ്റ്റർ ആക്ട് ചെയ്യുന്നതായിട്ട് ബൾബിന് ഫീൽ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ആ സിറ്റുവേഷൻ ഒന്ന് ഈ ഡയഗ്രത്തിൽ കൊടുത്തു. നമുക്ക് ബാലൻസിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കുറച്ചുകൂടി നന്നായിട്ട് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ A മുതൽ J വരെ കറണ്ട് ഒഴുകുന്നുണ്ട്. A മുതൽ J വരെയുള്ള ഭാഗത്തിന്റെ ലെങ്ത് സ്മോൾ l സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. A മുതൽ J വരെയുള്ള ഭാഗത്തിന്റെ ലെങ്ത് സ്മോൾ l സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. അപ്പം ഈ സ്മോൾ l സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയറിന്റെ റെസിസ്റ്റൻസ് L സിഗ്മയാണ്. അതിലൂടെ ഒഴുകുന്ന കറണ്ട് I ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് between A and J, potential difference between A and J is equal to current into resistance I into L into sigma. Suppose that this is equation number 2. ഇനി ആ ഡയഗ്രാമത്തിൽ നമ്മൾ മനസ്സിലാക്കിയാണ് നമ്മൾ വിഷ്വലൈസേഷൻ കറണ്ട് കാര്യം റെസിസ്റ്ററിന്റെ സ്ഥാനത്ത് ഒരു സെല്ലിനെ വിഷ്വലൈസ് ചെയ്തത്. ഇവിടെ ബാലൻസിങ് എന്നുള്ള വാക്ക് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സഹായിക്കാൻ നോക്കാം. ഈ സെല്ല് ഈ ബ്രാഞ്ചിലൂടെ ഇങ്ങോട്ടോ ഈ രണ്ട് ഡയറക്ഷനിലും ഇപ്പോൾ ഈ സെല്ലിലൂടെ കറണ്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് കാലോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആയത്. ഈ സെല്ല് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കറണ്ടിനെ സെല്ല് എപ്പോഴും അതിന്റെ പോസിറ്റീവ് ടെർമിൽ നിന്നും എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ നെഗറ്റീവ് ടെർമിലേക്ക് കറണ്ട് കടത്തിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കറണ്ട് ഇപ്പൊ കടന്നു പോകാത്തതുകൊണ്ടാണ് കാലോമീറ്റർ ഡിഫ്ലക്ഷൻ 0 കാണിക്കുന്നത്. കാലോമീറ്റർ ഡിഫ്ലക്ഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ കറണ്ടിന്റെ വാല്യൂ ഇങ്ങനെ ഒരു കറണ്ട് ഒഴുകാത്തത്. അങ്ങനെ ഒരു കറണ്ട് ഒഴുകാതിരിക്കാൻ കാരണം ഇവിടെ കണ്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ആ ഭാഗത്തിനെ മാത്രം റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. സോ വി ഹാവ് L സിഗ്മ. എന്താ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ? L സിഗ്മയാണ് ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂ. L ലെങ്ത്, ഒരു സെന്റിമീറ്ററിന് സിഗ്മ റെസിസ്റ്റൻസ്. അപ്പോൾ L ലെങ്ത്തിന് L ഇൻറ്റു സിഗ്മ റെസിസ്റ്റൻസ്. അതിന്റെ ഹയർ പൊട്ടൻഷ്യൽ എവിടെയാ? റെസിസ്റ്റൻസിൽ എപ്പോഴും കറണ്ട് എങ്ങോട്ടാണ് ഒഴുകുക? ഹയർ പൊട്ടൻഷ്യൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഒഴുകുക. അപ്പൊ A മുതൽ J വരെ ഉള്ള ഭാഗത്തിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ IL സിഗ്മ, ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമ്മൾ എഴുതി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and J is equal to IL സിഗ്മ എന്ന് എഴുതി. അപ്പൊ A മുതൽ J വരെയുള്ള ഭാഗത്തിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എയിലും നെഗറ്റീവ് പൊട്ടൻഷ്യൽ ജെയിലുമാണ്. അപ്പൊ അത് എന്തുപോലെ ആയിട്ട് ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നു. ആ റെസിസ്റ്ററിലെ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഒഴുകിയിരുന്നത്. അപ്പൊ A പോസിറ്റീവ് പൊട്ടൻഷ്യലും B നെഗറ്റീവ് പൊട്ടൻഷ്യലുള്ള ടെർമിനലുമായിട്ട് സെല്ല് വിഷ്വലൈസ് ചെയ്തു. അതേപോലെ നിങ്ങൾ ഇവിടെ ഈ റെസിസ്റ്ററിന്റെ സ്ഥാനത്ത് ഒരു സെല്ല് വിഷ്വലൈസ് ചെയ്യാം. ആ സെല്ലിന്റെ ടെർമിനൽ സൈഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് IL സിഗ്മ എന്ന് പറയുന്നത്. ഈ സെല്ല് എന്തിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്? സെല്ല് ഓപ്പോസിറ്റ് ഇങ്ങനെ ഇങ്ങോട്ടൊരു കറണ്ടിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കറണ്ടിനെ പറഞ്ഞയക്കാൻ ഈ സെല്ല് ഇങ്ങനെ, ഈ സർക്യൂട്ട് മാത്രം എടുക്കുക. ഈ സർക്യൂട്ടിൽ ഈ സെല്ല്, ഈ വെർച്വൽ സെല്ല് ഒരു കറണ്ടിനെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. റിയൽ സെല്ല്, നമ്മുടെ സെക്കൻഡറി സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന റിയൽ സെല്ല് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ടിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുമ്പോൾ സെക്കൻഡറി സർക്യൂട്ടിന്റെ ഭാഗമായ പൊട്ടൻഷ്യോമീറ്റർ വയറിന്റെ പോർഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു കറണ്ടിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ ഭാഗത്ത് കൂടുതൽ കറണ്ട് 0 ആയത്? ഈ സെല്ലിന് ഇങ്ങോട്ട് കറണ്ടിനെ പറഞ്ഞയക്കാൻ എത്ര കഴിവുണ്ടോ അത്രയും കഴിവ് ഈ പോർഷൻ ഓഫ് ദി പൊട്ടൻഷ്യോമീറ്റർ വയറിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ടിനെ പറഞ്ഞയക്കാൻ കിട്ടിയത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 വോൾട്ടാന്ന് വിചാരിക്കാം. എക്കും ജെക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഈ സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I into L into സിഗ്മ എന്ന് പറയുന്നത്
2 വോൾട്ടിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഉണ്ടാവില്ല. നിങ്ങൾ ജോക്ക് ഇവിടെയാ പ്രസ് ചെയ്യുക, കുറച്ചും കൂടി ഇപ്പുറത്താ പ്രസ് ചെയ്യുന്നെങ്കിലോ I into L into സിഗ്മയിൽ L വാല്യൂ കുറഞ്ഞു പോയി. അപ്പോൾ ഇത് 2 വോൾട്ടിനേക്കാൾ കുറവായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ 2 വോൾട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ 1 വോൾട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടുന്ന് ഇവിടെ വരെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ആരാ ജയിക്കുക? ഇയാൾ ജയിക്കും. എത്ര കഴിവുണ്ടാവും അയാൾക്ക്? 2 കൂടെ കൂടി ചേരുമ്പോൾ ഇത് 2 വോൾട്ട് മൈനസ് 1 വോൾട്ട് 1 വോൾട്ട് സെല്ലിന്റെ ഇഫക്റ്റീവ് സർക്യൂട്ടിലുണ്ടാവും. ക്ലിയർ? ഇനി നിങ്ങൾ ഇവിടെ കൊണ്ടുപോയിട്ടാ പ്രസ് ചെയ്യുന്നെങ്കിലോ അപ്പോൾ L വാല്യൂ കൂടി കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ 2 വോൾട്ട് ഉണ്ടാകുമ്പോൾ കറണ്ട് 0 ആയിരുന്നു, ഇപ്പൊ 4 വോൾട്ട് വന്നു. അപ്പൊ ആരാ ജയിക്കുന്നത്? 4 വോൾട്ട്, ഇവിടെയുള്ള 4 വോൾട്ട്, ഈ സെല്ലിന്റെ 4 വോൾട്ട് മൈനസ് ഇവിടുത്തെ 2 വോൾട്ട്, ഇയാൾ ജയിക്കും 2 വോൾട്ട്. അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ഈ പോർഷൻ ഓഫ് ദി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് പറഞ്ഞേക്കാൻ ദിസ് പോർഷൻ ഓഫ് ദി റെസിസ്റ്റൻസ് വയർ ശ്രമിക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ടിനെ പറഞ്ഞേക്കാൻ സെക്കൻഡറി സർക്യൂട്ടിലുള്ള EMF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 കഴിവുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി മാറുന്നത് ജോക്കി എവിടെ പ്രസ് ചെയ്യുമ്പോഴാണെന്ന് കണ്ടുപിടിക്കുന്നു. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി മാറുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? L ലെങ്ത് ആണ് AJ എന്ന് പറഞ്ഞ ലെങ്ത് എങ്കിൽ നമ്മൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ ക്ലോസ്ഡ് പാത്തിലൂടെയുള്ള സെക്കൻഡറി പാത്തിലൂടെ സർക്യൂട്ടിലൂടെയുള്ള നെറ്റ് കറണ്ടിന്റെ വാല്യൂ 0 ആയി മാറുന്നു. അതുകൊണ്ട് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. In other words, the EMF in the secondary circuit, the potential difference in the secondary circuit is balanced by the potential between A and J, and therefore AJ equal to small l is called balancing length. അതുകൊണ്ടാണ് AJ equal to small l നെ balancing length എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോന്ന് വിചാരിക്കും. ഓക്കെ, now you divide. നമ്മൾ പൊട്ടൻഷ്യൽ മീറ്ററിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവാണ്. You divide equation 1 by equation 2. Equation 1 by equation 2 gives potential difference between A and B divided by potential difference between A and J is equal to IL sigma divided by I into small n into sigma. ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഈ രൂപത്തിൽ കിട്ടും. നൗ ക്യാപിറ്റൽ I ക്യാൻസൽ ചെയ്തു, സിഗ്മ ക്യാൻസൽ ചെയ്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and B divided by പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A and J equal to capital L divided by small l equal to capital L divided by small l. Now you apply Kirchhoff's second rule. You apply Kirchhoff's second rule to the closed path AJDCA. AJDCA അപ്ലൈ. നമ്മൾ എപ്പോഴും ക്ലോക്ക് വൈസ് പാത്ത് സെലക്ട് ചെയ്യാറുള്ളത്, ഈ തവണ നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് പാത്ത് സെലക്ട് ചെയ്യും. ഇങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഇത് ഒരു വെർച്വൽ സെല്ലാണ്, ഇങ്ങനെ സെല്ലില്ല. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് കാരണക്കാരനായി ഒരു സെല്ല് നമ്മൾ ഇമാജിൻ ചെയ്തായിരുന്നു. ഓക്കെ, ഇതാണ് യഥാർത്ഥ സിറ്റുവേഷൻ. അപ്പോൾ എന്താ കിട്ടുക? കറണ്ടായി ഇങ്ങോട്ടാണ് ഒഴുകുന്നത്. സോ ഇവിടുന്ന് സ്റ്റാർട്ട് കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. എത്ര റെസിസ്റ്റൻസ്? L സിഗ്മയാണ് റെസിസ്റ്റൻസ്. എത്ര കറണ്ട്? I ആണ് കറണ്ട്. സോ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ്? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ് വരിക? I ഇൻറ്റു L ഇൻറ്റു സിഗ്മ. സോ I ഇൻറ്റു L ഇൻറ്റു സിഗ്മ, I ഇൻറ്റു L ഇൻറ്റു സിഗ്മ, I ഇൻറ്റു L ഇൻറ്റു സിഗ്മ. ഇനി ഈ ഭാഗത്ത് കൂടെ ഇവിടെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് RG ഉണ്ട്, പക്ഷെ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല? ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കൂടെ കറണ്ട് വേണം, എന്നാലേ കറണ്ടിന്റെ റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. ഇവിടുന്ന് ഇവിടെ വരെ കറണ്ട് ഉണ്ട്, I ഉണ്ട്, പക്ഷെ ഈ ഭാഗത്തൊന്നും കറണ്ട് ഇല്ല. അതുകൊണ്ടാണ് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അതുകൊണ്ട് കറണ്ടിന്റെ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാൽവനോമീറ്റർ 0 വരും. അപ്പൊ ഇനി ഒന്നും ആഡ് ചെയ്യാനില്ല, ഇന്റേണൽ റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ ഭാഗത്ത് കൂടി കറണ്ട് പോകുന്നില്ല. സോ I ഇൻറ്റു L ഇൻറ്റു സിഗ്മ ഇസ് ഈക്വൽ ടു. ഇനി രണ്ടാമത്തെ ട്രിപ്പിൽ നമ്മൾ ആരെയാണ് കണ്ടുമുട്ടുന്നത്? വീണ്ടും ഈ ട്രിപ്പ് പോവാം. അപ്പോൾ സെല്ലിന്റെ EMF-നെയാണ് കണ്ടുമുട്ടുന്നത്. എത്ര EMF ഓഫ് ദ സെല്ല്? EMF ഓഫ് ദ സെല്ല് എന്ന് പറയുന്നത് E1 ആണ്. അതിന്റെ നെഗറ്റീവ് ടെർമിലാണ് ആദ്യം കണ്ടുമുട്ടുന്നത്. സോ പ്ലസ് വരും. സോ E1. I ഇൻറ്റു L ഇൻറ്റു സിഗ്മ ഇസ് ഈക്വൽ ടു E1. Now what is I ഇൻറ്റു L ഇൻറ്റു സിഗ്മ? I ഇൻറ്റു L ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് A ആൻഡ് J ആണ്. I ഇൻറ്റു L ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എഴുതി മായ്ച്ച ഓർമ്മയുണ്ടാവും. വേണമെങ്കിൽ ഒന്നും കൂടി നോക്കൂ. കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, എക്കും ജെ കടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ട് I ഇൻറ്റു എക്കും ജെ കടയിൽ റെസിസ്റ്റൻസ് L സിഗ്മയാണ്. സോ I ഇൻറ്റു L ഇൻറ്റു സിഗ്മ ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ A ആൻഡ് J. എക്കും ജെ കടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് I ഇൻറ്റു L ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് I ഇൻറ്റു L ഇൻറ്റു സിഗ്മ എന്ന് പറയുന്നത് ഇക്കും കൂടി ഈക്വൽ ആണ്. Therefore potential difference between A and J is equal to E-ക്കല്ല E1 കൂടി ഈക്വൽ ആണ്. Therefore potential difference I into L into sigma is equal to E1. I into L into sigma is again equal to potential difference between A and J, and therefore potential difference between A and J is equal to E1. Potential difference between A and J is equal to E1.
അത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ജെക്ക് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ജെക്ക് പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ജെക്ക് പകരം E1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ EMF ഓഫ് ദ സെൽ ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ക്യാപിറ്റൽ L ഡിവൈഡഡ് ബൈ സ്മോൾ എൽ. ഇനി E1 അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, ബാക്കി ആൾക്കാർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. E1 is equal to potential difference between A and B. A ക്കും B ക്കും ഇടയിലുള്ള potential difference divided by capital L into small l. Potential difference, capital L is already a constant. Total length of the potentiometer wire ആണ് constant ആണ്. Potential difference between A and B കൂടി constant ആണെന്ന് വിചാരിക്കാം. A ക്കും B ക്കും ഇടയിലുള്ള potential difference എങ്ങനെയാ കണ്ടുപിടിക്കുക? Potential difference between A and B നമ്മൾ കണ്ടുപിടിച്ചിരുന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ മാറ്റി കളഞ്ഞാണ്. Potential difference between A and B is equal to I into capital L into sigma. Now potential difference between A and B കൂടി constant ആണെങ്കിൽ, ഇത് ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, ഇത് കൂടി കോൺസ്റ്റന്റ് ആണെങ്കിൽ E1 proportional to EMF of the cell അല്ലെങ്കിൽ potential difference in the secondary circuit is directly proportional to its own balanced length. EMF of the cell in the secondary circuit or potential difference in the secondary circuit is directly proportional to its own balanced length. അങ്ങനെ കിട്ടും. പക്ഷെ എന്ത് വേണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി കൂടി കോൺസ്റ്റന്റ് ആവും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ I into L into സിഗ്മ ആണ്. അതിൽ സിഗ്മ കോൺസ്റ്റന്റ് ആണ്, L കോൺസ്റ്റന്റ് ആണ്, I കൂടി കോൺസ്റ്റന്റ് ആയാൽ മതി. അപ്പോൾ എന്താണ് ഈ കണ്ടീഷനിലേക്ക് ഈ ഇക്വേഷൻ, ഈ പ്രൊപ്പോർഷണാലിറ്റിയിലേക്ക് എത്തിച്ചേരാനുള്ള കണ്ടീഷൻ എന്താണ്? ഇഫ് ദ കറണ്ട് ത്രൂ ദ പൊട്ടൻഷ്യോമീറ്റർ വയർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. പൊട്ടൻഷ്യോമീറ്റർ വയറിലൂടെയുള്ള കറണ്ട് കോൺസ്റ്റന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി കോൺസ്റ്റന്റ് ആണെങ്കിൽ, then EMF of the cell in the secondary circuit is directly proportional to its balanced length. Or EMF എന്ന് വെച്ചാൽ എന്താ? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സെക്കൻഡറി സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് is directly proportional to its balanced length. So this is the working principle of a potentiometer. EMF of the cell or potential difference in the EMF of the cell in the secondary circuit or potential difference in the secondary circuit is directly proportional to balanced length. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. EMF of the cell in the secondary circuit is directly proportional to balance length. നമ്മൾ അതിൽ ഇങ്ങനെ എഴുതാം, E1 proportional to M. Now suppose that we have two cells in the secondary circuit. സെക്കൻഡറി സർക്യൂട്ടിൽ ഒരു സെല്ലിന് പകരം രണ്ട് സെല്ലുകൾ ഉണ്ടെന്ന് വിചാരിക്കും. ഈ സർക്യൂട്ടിൽ ഈ ഭാഗത്ത് രണ്ട് ഗ്യാപ്പുകളുണ്ട്. ഗ്യാപ്പ് നമ്പർ 1 ആൻഡ് ഗ്യാപ്പ് നമ്പർ 2. ഇത് ഗ്യാപ്പ് 2, ഇത് ഗ്യാപ്പ് 1. സപ്പോസ് ദാറ്റ് വി ഫിൽ ഗ്യാപ്പ് 1 എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടറിലെ ഒരു വിടവാണ്. ഈ കണ്ടക്ടറിലെ ഒരു വിടവാണിത്. ആ വിടവ് നമ്മളൊരു മെറ്റൽ ഉപയോഗിച്ച് നികത്തി എന്ന് വിചാരിക്കാം. നമ്മൾ അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതായത് ഇപ്പം E1 EMF ഉള്ള സെല്ല് ഇത് E2 EMF ഉള്ള സെല്ലാന്ന് വിചാരിക്കും സെക്കൻഡറി സർക്യൂട്ടിൽ. ഇപ്പൊ സെക്കൻഡറി സർക്യൂട്ടിൽ കറണ്ട് പോകുന്നത് ഏത്? സെക്കൻഡറി സർക്യൂട്ടിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് ആരാണ്? കറണ്ട് പോകാൻ സാധ്യതകൾ എന്തിലൂടെയാണ്? E1ലൂടെയാണ്. E2ലൂടെ കറണ്ട് പോലെ, കാരണം ഇവിടെ ഗ്യാപ്പാണ്. അപ്പം നമ്മൾ ജോക്കി എടുത്ത് ഇങ്ങനെ നീക്കി എയിൽ നിന്ന് ഇങ്ങനെ നീക്കി കൊണ്ടുപോയി J1 എത്തിച്ചപ്പോൾ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആയി ആയിരിക്കും. സോ AJ1 ഈക്വൽ ടു L1 ആരുടെ ബാലൻസിംഗ് ലെങ്ത് ആണ്? ഫസ്റ്റ് സെല്ലിന്റെ ബാലൻസിംഗ് ലെങ്ത് ആണ്. ദാറ്റ് ഈസ് E1 ഈസ് പ്രൊപ്പോർഷണൽ ടു L1. E1 is proportional to L1. Suppose that this is proportionality number 1. Now, ഇവിടുത്തെ കണക്ഷൻ മാറ്റിയിട്ട് പകരം ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതായിരിക്കും, കണ്ടക്ടർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ E1 സെക്കൻഡറി സർക്യൂട്ടിൽ നിന്ന് പുറത്തായി, പകരം E2 സർക്യൂട്ട് ഉൾപ്പെട്ടു. E2നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോക്കി J2 എന്ന് പറയുന്ന പോയിന്റിലാണ് പ്രസ് ചെയ്യേണ്ടി വന്നു വിചാരിക്കുക. AJ2 ഈക്വൽ ടു L2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെക്കൻഡറി സർക്യൂട്ടിലെ EMF എന്ന് പറയുന്നത് E2 ആണ്. അതിന്റെ EMF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിന്റെ ബാലൻസ് ലെങ്ത് L2, പ്രൊപ്പോർഷണാലിറ്റി നമ്പർ 2. Now divide 1 by 2, we get E1 by E2 equal to L1 by L2. അതായത് E1ന്റെ വാല്യൂ
അല്ലെങ്കിൽ E2ൻ്റെ വാല്യൂ രണ്ടും അറിയില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കൂടി E1/E2ൻ്റെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ആകെ മെഷർ ചെയ്യേണ്ടത് എന്ത് മാത്രം? 2 ബാലൻസ് ലെങ്ത്തുകൾ മാത്രം. ഞാൻ സപ്പോസ് ദാറ്റ് E2 ഈസ് നോൺ ടു യു, നമുക്ക് അറിയാം E2 എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അൺനോൺ EMF ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഇക്വേഷൻ E1 ഈക്വൽ ടു E2 ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ L2. ഇങ്ങനെയാണ് ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് ഒരു സെല്ലിൻ്റെ EMF കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ EMF, ഇന്റേണൽ റെസിസ്റ്റൻസ് ഇതിനൊക്കെ പറ്റി പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയിരുന്നു, ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ EMF കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ വോൾട്ട് മീറ്റർ ഉപയോഗിക്കുമ്പോൾ സെല്ലിൻ്റെ 2 ടെർമിനൽസിനിടയിൽ, E1 EMF ഉള്ള ഈ സെല്ലിൻ്റെ 2 ടെർമിനൽസിനിടയിൽ വോൾട്ട് മീറ്റർ ഈ EMF അളക്കാൻ വേണ്ടി കണക്ട് ചെയ്യുമ്പോൾ ഇതിലൂടെ കറണ്ട് ഒഴുകും. എന്ന് വെച്ചാൽ സെല്ലിലൂടെ കറണ്ട് ഒഴുകും. സെല്ലിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ആ സെല്ലിൻ്റെ 2 ടെർമിനൽസിനിടയിൽ അളക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് EMFനേക്കാൾ കുറവായിരിക്കും നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ സെല്ലിൻ്റെ ടെർമിനൽസിന് അക്രോസ് ആയിട്ട് സെല്ലിലൂടെ കറണ്ട് ഒഴുകാത്തപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അതിൻ്റെ EMF എന്ന് പറയുന്നത്. ഇനി ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് ഒരു സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 2 ബാലൻസ് ലെങ്ത് ആണ് അളക്കുന്നത്. ഈ 2 ബാലൻസ് ലെങ്ത് അളക്കുമ്പോഴും അതാത് സെല്ലുകളിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. എന്ന് വെച്ചാൽ E1 എന്ന് പറയുന്ന EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ L1 എന്ന് പറയുന്ന ബാലൻസ് ലെങ്ത് അളക്കുന്നു. ആ സമയത്ത് സെല്ലിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. കറണ്ട് ഒഴുകാത്ത സെക്കൻഡറി സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഒഴുകാത്തപ്പോഴുള്ള ലെങ്ത് ആണല്ലോ ബാലൻസ് ലെങ്ത്. കറണ്ട് ഒഴുകാത്ത സെല്ലിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMFന് ഈക്വൽ ആണ്. അതിനെയാണ് L1. E1 എന്ന് പറയുന്ന കറണ്ട് ഒഴുകാത്ത സമയത്തുള്ള സെല്ലിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് L1 എന്ന് പറയുന്ന ലെങ്ത് ബാലൻസ് ചെയ്യുന്നത്. ആ ലെങ്ത്തിന് ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാലൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് കറണ്ട് ഒഴുകാത്ത സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ ഈസ് ബെറ്റർ ദാൻ മെഷറിംഗ് EMF ഓഫ് എ സെൽ ദെൻ എ വോൾട്ട്മീറ്റർ. ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറഞ്ഞാൽ ഇത്ര എഴുതിയാൽ മതി. പൊട്ടൻഷ്യോമീറ്റർ യൂസസ് നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ്. പൊട്ടൻഷ്യോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂ ഓഫ് EMF കൃത്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചത് കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 cells അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ ഓഫ് EMF ഓഫ് എ സെൽ ഇഫ് ദ EMF ഓഫ് അനദർ സെൽ ഈസ് നോൺ ടു യു. ഈ 2 കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇനി ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ രണ്ടാമത്തെ ഉപയോഗം, നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ ഉപയോഗം ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ അതിനുവേണ്ടി ഈ സർക്യൂട്ട് ഒന്ന് മോഡിഫൈ ചെയ്യാണ്. E1 EMF ഉള്ള ഈ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ r ആണെന്ന് വിചാരിക്കുക. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു നോൺ റെസിസ്റ്റൻസ്, നമുക്ക് അറിയാവുന്ന റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R ഈ സെല്ലിന് ഈ സർക്യൂട്ടിൽ ഈ സെല്ലിൻ്റെ 2 പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും ഇടയിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ത്രൂ എ കീ എന്ന് വെച്ചാൽ ഒരു സ്വിച്ച് ഉപയോഗിച്ച് ഇപ്പോൾ അത് ഓപ്പൺ ആണ്. ഇപ്പോൾ ഈ റെസിസ്റ്ററിലൂടെ കറണ്ട് ഒന്നും പോവില്ല, കാരണം ഇവിടെ സർക്യൂട്ട് ഓപ്പൺ ആയി കിടക്കുകയാണ്. അപ്പോൾ K ഓപ്പൺ ആവുന്ന സമയത്ത് ഈ കീ സ്വിച്ച് K ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ പിന്നെ സിയും ഡിയുമാണ് ഈ 2 പോയിന്റുകൾ വിചാരിക്കുക. ഈ പോയിന്റ് സിയും ഈ പോയിന്റ് ഡിയും എന്നിരിക്കാം. സിക്കും ഡിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് E1 ഈക്വൽ ആണ്. കറണ്ട് ത്രൂ ദ സെല്ല് 0 ആയിരിക്കുന്ന അവസ്ഥയാണ് ബാലൻസിങ് കണ്ടീഷൻ നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ടൊന്നും ഒഴുകുന്നില്ല. കറണ്ട് ഒഴുകാത്ത സമയത്ത് സിക്കും ഡിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് സെക്കൻഡറി സെല്ലിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് സെല്ലിന്റെ EMFന് ഈക്വൽ ആണ്. E1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇപ്പോഴത്തെ ബാലൻസ് ലെങ്ത് AJ1 ആണെന്ന് വിചാരിക്കുക. E1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു AJ1 എന്ന് പറയുന്ന ലെങ്ത്, AJ1 എന്ന് പറയുന്ന ലെങ്ത് L1 ആണെന്ന് വിചാരിക്കുക. സോ E1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L1. നമുക്കറിയാവുന്ന സംഗതിയാണ്. EMF in the secondary circuit is directly proportional to its own balancing length. Or E1
is equal to a constant phi into L1. What is phi? ഇവിടെ എന്താ ലെങ്തിനെ ബാലൻസിൽ ലെങ്തിനെ ഫൈ കൊണ്ട് ഗുണിച്ചപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടി. അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നിങ്ങൾ ഇതും ചെയ്ത് നോക്കൂ. L1 വേർ ഫൈ ഇസ് ഈക്വൽ ടു, ഇതിൽ നിന്ന് നോക്കാം, വേർ ഫൈ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ ലെങ്ത്. അപ്പോൾ ഈ സെക്കൻഡ് സിക്കും ഡിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇപ്പോൾ എക്കും J1 ഇടയിലുള്ളത്. അപ്പോൾ ഈ സർക്യൂട്ടിലെ എ മുതൽ J1 വരെയുള്ള ഭാഗത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ അത്രയും ഭാഗത്തെ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കിട്ടുക. വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ് കിട്ടുക. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ലെങ്ത് ഈക്വൽ ടു ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അത്രയേ ഉള്ളൂ. സോ ഫൈ ഈസ് കോൾഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓർ potential gradient. Phi is called potential gradient, potential difference per unit length. Now we close the key. ഈ key close ചെയ്യാം. Key close ചെയ്ത് കഴിഞ്ഞാൽ there will be a current through this circuit. നമുക്ക് ഇതിനെ CDHF എന്ന് വിളിക്കാം. ഈ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. G ഉപയോഗിച്ചിട്ട് HF എന്ന് വിളിക്കും. CDHF എന്ന് വിളിക്കും. So in the closed path CFHD ആന്റി ക്ലോക്ക്വൈസ് ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനകത്ത് അതിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. കാരണം കീ ക്ലോസ്ഡ് ആയി. നമ്മൾ ഒരു സെല്ലിലൂടെ കറണ്ട് ഒഴുകുന്ന സമയത്ത്, ഇപ്പൊ കറണ്ട് ഒഴുകാനുള്ള കാരണം മനസ്സിലായിട്ടുണ്ടാവും. കീ ക്ലോസ് ആയതുകൊണ്ട് കറണ്ട് ഒഴുകുന്നുണ്ട്. ഇപ്പം ഈ സെല്ലിന്റെ ഉള്ളിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പൊ സെല്ലിന്റെ ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി എന്ന് പറയുന്നത് നേരത്തെ കറണ്ട് ഒഴുകാത്ത സെല്ലിന്റെ ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു അത്, വിച്ച് വാസ് ഈക്വൽ ടു ഇറ്റ്സ് EMF. പക്ഷെ ഇപ്പം ഈ സെല്ലിൽ കൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയേ ഉണ്ടാവുള്ളൂ? ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുന്നത് E1 മൈനസ് ഒഴുകുന്ന കറണ്ട് I ഡാഷ് ആണെങ്കിൽ, ഇങ്ങനെ ഒഴുകുന്ന കറണ്ട്, ഈ ഒഴുകുന്ന കറണ്ട് I ഡാഷ് ആണെങ്കിൽ, ഈ ഒഴുകുന്ന കറണ്ട് I ഡാഷ് ആണെങ്കിൽ I ഡാഷ് ഇൻറ്റു R മാത്രമേ ഇപ്പം സിക്കും ഡിക്കും ഇടയിൽ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി വിച്ച് ഇസ് ലെസ് ദാൻ EMF ഓഫ് ദ സെൽ. നമ്മൾ EMF പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയതാണ്. അപ്പൊ എന്താ സംഭവിക്കുക? സിക്കും ഡിക്കും ഇടയിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നേരത്തെ E1 ഉണ്ടായിരുന്നു, ഇപ്പൊ E1നേക്കാൾ കുറവാണ്. E1നെ ബാലൻസ് ചെയ്യാൻ L1 ലെങ്ത് വേണ്ടി വന്നെങ്കിൽ E1 മൈനസ് I ഡാഷ് ഇൻറ്റു ആറിനെ ബാലൻസ് ചെയ്യാൻ, ഇപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സി ആൻഡ് ഡി, അതായത് EMF പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദ സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയുന്നത് EMFനേക്കാൾ കുറവാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സി ആൻഡ് ഡി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ സെൽ ഇപ്പൊ അതിന്റെ EMFനേക്കാൾ കുറവായതുകൊണ്ട് അതിനെ ബാലൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെങ്ത് നേരത്തുള്ള അത്ര വേണ്ടി വരില്ല, അതിനേക്കാൾ കുറവ് മതി. അതുകൊണ്ടാണ് J2 ഇടത്തോട്ട് വരയ്ക്കുന്നത്. ഇപ്പോഴത്തെ ബാലൻസ് ലെങ്ത് ഇടത്തോട്ട് വരയ്ക്കുന്നത് AJ1 ഈക്വൽ ടു L1 ആണെങ്കിൽ AJ2 ഈക്വൽ ടു L2 എന്ന് വിചാരിക്കുക. L2 വിൽ ബി ലെസ് ദാൻ L1. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. സോ വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ 2 points across C and D is directly proportional to AJ2 which is equal to L2 or potential difference between C and D is equal to proportionality constant നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് phi into L2 is equal to phi into L2. നേരത്തെ ഇതാണ് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിചാരിക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് വിചാരിക്കുക. Now what is VCD? ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണത്? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുകുന്ന ഒരു സെല്ലിന്റെ സിക്കും ഡിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കറണ്ട് ഒഴുകുന്ന ഒരു സെല്ലിന്റെ രണ്ട് ടെർമിനൽസിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അതെന്ന് പറയുന്നത് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. VCD എന്ന് പറയുന്നത് E1 മൈനസ് I ഡാഷ് ഇൻറ്റു R ആണ്. വാട്ട് ഈസ് I ഡാഷ്? I ഡാഷ് ഇസ് ഈക്വൽ ടു, I ഡാഷ് കണ്ടുപിടിക്കാൻ വേണ്ടി ഓൾറെഡി നമ്മൾ ഈ ഇക്വേഷൻ EMF പഠിക്കുന്ന സമയത്ത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്കത് ഉണ്ടാക്കാം. ഈ ക്ലോസ്ഡ് പാത്തിനകത്ത് CFHDCക്കകത്ത് CFH
ഡി സിക്കകത്ത് കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ ഡാഷ് ഇൻറ്റു ക്യാപിറ്റൽ ആർ പ്ലസ് ഒരാൾ കൂടി ഉണ്ട് ഇതിനകത്ത്. ആരാളുള്ളത്? സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ആർ എന്ന് പറയുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് ഐ ഡാഷ് ഇൻറ്റു സ്മോൾ ആർ ഈക്വൽ ടു, ഇനി വരുന്ന സമയത്ത് വീണ്ടും അടുത്ത ട്രിപ്പിൽ വരുന്ന സമയത്ത് നമ്മൾ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലാണ് കണ്ടുപിടുന്നത്. സോ സെല്ലിന്റെ EMF പോസിറ്റീവ് ആയിട്ട് എടുക്കണം, E1. ഓർ ഐ ഡാഷ് ഇൻറ്റു ആർ പ്ലസ് സ്മോൾ ആർ ഈക്വൽ ടു E1. ഓർ ഐ ഡാഷ് ഇസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. ഐ ഡാഷ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ നമുക്കറിയാം, E1 ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. Now, what is the potential difference between C and D? സിക്കും ഡിക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്ററിന്റെ രണ്ട് എൻഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഈ പോയിന്റും ഒരേ പൊട്ടൻഷ്യലാണ്, ഈ പോയിന്റും ഒരേ പൊട്ടൻഷ്യലാണ്. സോ വി സി ഡി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സി ആൻഡ് ഡി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആർ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ആറിന് ഈക്വൽ ആണ്, ക്യാപിറ്റൽ ആർ. നൗ ബൈ ഓംസ് ലോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ക്യാപിറ്റൽ ആർ? ക്യാപിറ്റൽ ആറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ടു ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആറിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്ന ഐ ഡാഷ് ആണ്, ഇൻറ്റു ആറിന് ഈക്വൽ ആണ്. കറണ്ട് ത്രൂ ക്യാപിറ്റൽ ആർ ഇൻറ്റു ആറിന് ഈക്വൽ ആണ്. നോ വാട്ട് ഈസ് കറണ്ട് ത്രൂ ക്യാപിറ്റൽ ആർ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു E1 ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. E1 ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ. ഇപ്പൊ നമുക്ക് വി സി ഡിക്കുള്ള ഇക്വേഷൻ കിട്ടി. ഇനി അത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ദാറ്റ് ഈസ് E1 into R divided by R plus R is equal to E1 into R divided by R plus R is equal to 5 into L2. Suppose that this is equation number 3. 5 into L2, equation number 3 and the end. So we have equation number 1 and equation number 3. Divide equation 1 by equation number 3. Equation 1 and equation number 3 on to divide here. What we get is E1, equation number 1 in the LHS E1 ആണ്. ഇക്വേഷൻ നമ്പർ 3യുടെ LHS E1 R ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ഈക്വൽ ടു, ഇതിൻ്റെ LHS 5 ഇൻറ്റു L1 ആണ്. അവിടുത്തെ LHS അല്ല, RHS 5 ഇൻറ്റു L1 ആണ്. അവിടുത്തെ RHS 5 ഇൻറ്റു L2 ആണ്. 5 ക്യാൻസൽ ചെയ്തു. അതേപോലെ ഇവിടെ E1 ക്യാൻസൽ ചെയ്തു. ആർ പ്ലസ് ആർ മുകളിലേക്ക് പോകും. ആർ പ്ലസ് ആർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു L1 ബൈ L2. ഇതിന് എങ്ങനെ എഴുതാം? ആർ ബൈ ആർ പ്ലസ് സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം, ഈക്വൽ ടു L1 ബൈ L2. ആർ ബൈ ആർ ഈസ് 1, സോ 1 പ്ലസ് ആർ ബൈ ആർ ഈക്വൽ ടു L1 ബൈ L2. ഈ 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 1 അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നെഗറ്റീവ് 1 ആവും. സോ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഈക്വൽ ടു L1 ബൈ L2 മൈനസ് 1. LC എടുക്കുക. സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു L1 മൈനസ് L2 whole divided by L2, or small r equal to capital R into L1 minus L2 whole divided by L2. അപ്പോൾ L1 കീ ഓപ്പൺ ആക്കുമ്പോഴുള്ള ബാലൻസ് ലെങ്ത്തും L2 കീ ക്ലോസ് ചെയ്യുമ്പോഴുള്ള ബാലൻസ് ലെങ്ത്തും കണ്ടുപിടിക്കാം. ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ദെൻ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സെൽ. സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? ഓക്കെ.